ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ ഞാൻ സാലഡാണ് ഉണ്ടാക്കിയിരിക്കണേന്നല്ലേ. ഇതേ നല്ല ഈസി പീസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ സാലഡിൻ്റെ റെസിപ്പി ആട്ടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ ചിക്കൻ്റെ പ്രസ് പീസാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല കനം കുറച്ചങ്ങോട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുനാരങ്ങൻ്റെ നീര്, ഉപ്പ്, കുരുമുളകിൻ്റെ പൊടി എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5, 10, 15 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്തോളൂ കേട്ടോ. ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടേ ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലാട്ടോ ഒഴിച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക, നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെക്കണം. ഈ ചിക്കനൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വെന്ത് കളറൊക്കെ മാറി വരുന്ന സമയമില്ലേ, ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കനം കുറച്ച് നീളത്തിലരിഞ്ഞൊരു പകുതി സവാള ചേർത്ത് വഴറ്റി കൊടുക്കുക. അതേപോലെ തന്നെ കനം കുറച്ച് നീളത്തിലരിഞ്ഞ ക്യാരറ്റും ആട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ബ്രൊക്കോളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു വെജീസൊക്കെ ഒരു 3/4 അങ്ങോട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മുടെ ക്യാപ്സിക്കം, ഞാൻ പച്ച, മഞ്ഞ, ചുവപ്പ് എല്ലാ കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കഴിഞ്ഞാലേ പിന്നെ ഒരുപാട് നേരം ഒന്നും വെക്കണ്ട, അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് ഒക്കെ പോയാൽ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഇതിനകത്തേക്ക് കുരുമുളകിൻ്റെ പൊടി, ഉപ്പ് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്താൽ നമ്മളുടെ സാലഡിൻ്റെ പകുതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയതിന് ശേഷം നേരെ ഒരു ബൗളിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ലെറ്റൂസിൻ്റെ ഇലയില്ലേ അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ചെറുനാരങ്ങൻ്റെ നീരും ഒലിവ് ഓയിലൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മളെ ചിക്കൻ സാലഡ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഡയറ്റ് ചെയ്യണവരും അല്ലാത്തവരും ഒക്കെ വായോട്ടാ, എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയൊരു സാലഡാണിത്. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഡയറ്റ് ചെയ്യണവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ.